ഹായ് ഫ്രണ്ട്സ്, എസ് എൻ ക്രിയേഷൻസ് ബൈ താഹി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നൊരു പാർട്ടി വെയർ ഡിസൈനാണ് കേട്ടോ ചെയ്യുന്നത്. ഈ കട്ട് ബീഡ്സ് മാത്രം മതി കേട്ടോ നമുക്ക് ഈ ഡിസൈൻ ചെയ്യാനായിട്ട്. ഞാൻ പ്രത്യേകിച്ച് ഒരു പാറ്റേൺ ഒന്നും പേപ്പറിൽ ഡ്രോ ചെയ്തിട്ടില്ല, കാരണം വളരെ ഈസിയാണ്. അപ്പോൾ നമ്മുടെ മെറ്റീരിയൽ തന്നെ എങ്ങനെയാണെന്ന് ഞാൻ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്ന ബ്ലാക്ക് ജോർജറ്റ് മെറ്റീരിയലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഞാനിവിടെ കറക്റ്റ് നെക്ക് എത്രയാണെന്ന് വെച്ചാൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴത്തുനിന്ന് യോക്ക് ഒരു 14 ഇഞ്ച് വരെ ഞാൻ ഈ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് നെക്ക് ടു യോക്ക് വരെ ഒരു 14 ഇഞ്ചസ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലാണ് ഞാൻ മാർക്കൊക്കെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തേക്കുന്നത്. അതായത് നമ്മുടെ യോക്ക് 14 ഇഞ്ചസ് എന്ന് നമ്മുടെ 14 ഇഞ്ചസ് എവിടെ സ്റ്റാർട്ട് ചെയ്യും അവിടെ നിന്ന് തൊട്ട് മേളിലോട്ട് ഒരു 1.5 ഇഞ്ചിൽ നമ്മൾ കട്ട് ബീഡ് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല തിക്കായിട്ടാണ് നമ്മളിവിടെ കട്ട് ബീഡ് വെച്ച് കൊടുക്കുന്നത്. നമ്മൾ റെയിൻബോ കട്ട് ബീഡ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 1.5 ഇഞ്ചിൽ നല്ല തിക്കായിട്ട് കട്ട് ബീഡ് വയ്ക്കുന്നുണ്ട്. പിന്നെ നമ്മളൊരു 2.5 ഇഞ്ച് നെക്സ്റ്റ് മാർക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നിങ്ങൾ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവാനായിട്ടാണ് ഇങ്ങനെ മാർക്ക് ചെയ്ത് പോയേക്കുന്നത്. കണ്ടല്ലോ, ഇവിടെ 2.5 ഇഞ്ചിൽ മാർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മേളിലോട്ട് വരുമ്പോൾ, അതായത് യോക്ക് 14 ഇഞ്ചാണെന്ന് ഞാൻ പറഞ്ഞു, അതിൽ 1.5 ഇഞ്ച് താഴത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്, 2.5 ഇഞ്ച് മേളിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് 10 ഇഞ്ച് വരുന്നുണ്ട്, അതായത് നമ്മുടെ ഷോൾഡർ വരെയും വരുന്നുണ്ട്. അവിടെ നമുക്ക് സ്പ്രെഡിങ്, അപ്പോൾ 1.5 ഇഞ്ചിൽ തിക്കായിട്ടും പിന്നെ കുറച്ച് തിക്നെസ് കുറച്ചും മേളിലോട്ട് വരുന്തോറും സ്പ്രെഡിങ് മാത്രമാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ട മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ഈ റെയിൻബോ ഷെയ്ഡ് കട്ട് ബീഡ് മാത്രമാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇത് നമുക്കിപ്പോൾ ഷോപ്സിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. റെയിൻബോ കട്ട് ബീഡ് ചോദിച്ചാൽ മാത്രം മതി. ഈ ഒരു കട്ട് ബീഡ് വെച്ചിട്ട് നമ്മൾ ഈ പാർട്ടി വെയർ ചെയ്യുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് നോർമൽ സ്വിങ് ത്രെഡാണ് എടുത്തേക്കുന്നത്. നമ്മൾ സാധാ തയ്ക്കാൻ എടുക്കുന്ന സെയിം നൂല് തന്നെയാണ് എടുത്തേക്കുന്നത്. പിന്നെ നമ്മൾ എടുത്തേക്കുന്നത് നീഡിൽ നമ്പർ 12 ആണ്. നീഡിലിനെ കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ബിഗിനേഴ്സ് ആണെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു കട്ട് ബീഡ് വെച്ച് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള ഡിസൈനാണ് ചെയ്യുന്നത്. പിന്നെ നമ്മളിവിടെ മെറ്റീരിയലിൽ ഡ്രോ ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ അപ്സര ഗ്ലാസ് മാർക്കിംഗ് പെൻസിൽ വെച്ചിട്ടാണ് കേട്ടോ മാർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് നമ്മൾ താഴത്തുനിന്ന് തുടങ്ങുവാണ് കേട്ടോ. ഈ 1.5 ഇഞ്ചിൽ അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെ നമ്മൾ റെയിൻബോ കട്ട് ബീഡ് വെച്ച് കൊടുക്കുന്നുണ്ടേ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കണ്ടല്ലോ ഫസ്റ്റ് 1.5 ഇഞ്ചിൽ ഇതുപോലെ ഇത്രയും തിക്കായിട്ട് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി സെക്കൻഡ് പോർഷൻ വരുമ്പോൾ 2.5 ഇഞ്ചിലാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. ഇത്രയും തിക്നെസ് വേണ്ട, കുറച്ച് ഗ്യാപ്പ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ.
ഓക്കെ, അപ്പോൾ നമ്മൾ സെക്കൻഡ് ഒരു 2.5 ഇഞ്ച് പറഞ്ഞില്ലേ, അവിടെ നമ്മളിതുപോലെ ഈ ഒരു ഗ്യാപ്പിനാണ് ചെയ്തേക്കുന്നത്. ഇനി മേളിലോട്ട് വരുന്തോറും ചെറിയ രീതിയിൽ സ്പ്രെഡിങ് മാത്രമാണ് കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതുപോലെ നമ്മുടെ വർക്ക് വരുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് നമുക്ക് ഇതുപോലെ 1.5 ഇഞ്ചിൽ ഇതുപോലെ തിക്കായിട്ടും പിന്നീട് കുറച്ച് ഗ്യാപ്പ് കൊടുത്ത് 2.5 ഇഞ്ചിലും മേളിലോട്ട് വരുന്തോറും സ്പ്രെഡിങ്ങുമാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ വർക്ക് ഫുള്ള് വരേണ്ടത്. 2 സ്ലീവിലും ഈ സെയിം വർക്ക് തന്നെ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതുപോലെ വരുന്നത് കേട്ടോ. വളരെ ഈസി ആയിട്ട് ബിഗിനേഴ്സിന് പോലും ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് റെയിൻബോ കട്ട് ബീഡ്സ് മാത്രം മതി വർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്തേക്കണം. SN ക്രിയേഷൻസ് ബൈ താഹി എന്ന പേരിലാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരും വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.